Okay, good morning. Then next our topic, qualitative measures of RBI for controlling the credit. ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഫങ്ഷൻസ് ആണ് പഠിച്ചിരിക്കുന്നത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സും മറ്റൊന്ന് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സും. ദെൻ കൺട്രോളിങ് ക്രെഡിറ്റ് എന്ന് പറയുന്നതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ്. ദെൻ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണെന്ന് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ്. ക്വാളിറ്റേറ്റീവ് മെഷേഴ്സിൽ ഇറ്റ് ട്രൈസ് ടു കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് എ ബാങ്ക് ക്രെഡിറ്റ്. ബാങ്ക് കൊടുക്കുന്ന വായ്പകളുടെ ക്വാളിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാജ്യത്ത് നടക്കുന്ന പണത്തിൻ്റെ എന്താ പറയുക എക്സ്ചേഞ്ച്, അതിനെ കൺട്രോൾ ചെയ്യുന്നൊരു പ്രോസസ്സാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്, സർക്കുലേഷൻ ഓഫ് മണി ഇൻ എക്കോണമി. ദെൻ അതിൽ ക്വാളിറ്റേറ്റീവ് മെഷേഴ്സിൽ വാട്ട് ആർ ദി വേരിയസ് മെത്തേഡ്സ് ഫോർ കൺട്രോളിങ് ദ ക്രെഡിറ്റ്. ഫസ്റ്റ് വൺ ഈസ് വാരിയിങ് മാർജിനൽ റിക്വയർമെൻറ്റ്. Second one is regulation of consumer credit. Third one is credit rationing. Fourth one is moral suasion. Fifth one is issue of directives. And next one is direct action. ഒന്നുകൂടെ പറയാം. First point is varying marginal requirement. Second point is regulation of consumer credit. And third one is credit rationing. And fourth one is moral suasion. And fifth one is issue of directives ആൻഡ് ഡയറക്റ്റ് ആക്ഷൻ. അപ്പോൾ ഇവിടെ ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഗുണപരമായിട്ടുള്ള രീതിയിൽ കമേഴ്സ്യൽ ബാങ്കുകളുടെ മേലെ ഇത്തിരി കൂടെ ഇമ്പോസ് ചെയ്യുന്ന ചില ടെക്നിക്സ്, എങ്ങനെയൊക്കെ ആയിരിക്കണം വായ്പകൾ നൽകേണ്ടത് എന്ന് കൊടുക്കുന്ന ചില ഗുണപരമായിട്ടുള്ള മെത്തേഡ്സിനെയാണ് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറയാം. അതിൽ ഫസ്റ്റ് വൺ ഈസ് വാരിയിങ് മാർജിനൽ റിക്വയർമെൻറ്റ്സ്. ഫസ്റ്റ് പോയിൻ്റ്, RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കമേഴ്സ്യൽ ബാങ്കുകളിലെ ഒരു മാർജിനൽ റേറ്റ് ഫിക്സ് ചെയ്യും. ദാറ്റ് മീൻസ് മാർജിനൽ റിക്വയർമെൻറ്റ് മീൻസ് ദ ഡിഫറൻസ് between market value of a security and loan sanctioned by the commercial banks. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കമേഴ്സ്യൽ ബാങ്കുകളിൽ നിന്ന് ഒരു ലോൺ സാങ്ഷൻ ചെയ്യുമ്പോൾ ഒരു സെക്യൂരിറ്റിയുടെ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അതായത് ഒരു 1 lakh റുപ്പീസിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്നതെങ്കിൽ അതിൻ്റെ 13% മാത്രം, ഫുൾ എമൗണ്ട് നമുക്ക് ലോൺ സാങ്ഷൻ ചെയ്യുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അത് മുഴുവൻ എമൗണ്ട് നമുക്ക് സാങ്ഷൻ ചെയ്തു തരില്ല. അപ്പോൾ അതിൽ 1 ലക്ഷം രൂപയുടെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്കതിൻ്റെ 60% ആയിരിക്കും ചില സിറ്റുവേഷൻസിൽ കമേഴ്സ്യൽ ബാങ്ക് ലോൺ സാങ്ഷൻ ചെയ്യാം. അപ്പോൾ അവിടെ ഒരു 40% എന്ന് പറയുന്നത് നമുക്കവിടെ മിസ്സിംഗ് ആയിട്ട് കാണാറുണ്ട്, അല്ലെങ്കിൽ അത്രയും നമുക്ക് ലോൺ സാങ്ഷൻ ചെയ്യാറില്ല. ആ 40% എന്ന് പറയുന്നതാണ് അവിടുത്തെ മാർജിനൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ മാർജിനൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാർജിനൽ റിക്വയർമെൻറ്റ് മീൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ലോൺ സാങ്ഷൻ ബൈ ദ കമേഴ്സ്യൽ ബാങ്ക്സ്. Then that means margin requirement is equal to market value of a security minus loan sanctioned by the commercial bank. ദെൻ ഇതിൽ മാർജിൻ, ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ ഈ മാർജിൻ റിക്വയർമെൻറ്റ് കൊണ്ട് എങ്ങനെയാണ് ഈ പണത്തിൻ്റെ വിനിമയത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് RBIക്ക് സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇത്ര മാത്രമാണ്. ചില സിറ്റുവേഷൻസിൽ RBI അതൊരു 20% ആക്കി മാറ്റും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം അതൊരു 30% ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. ചില സിറ്റുവേഷൻസിൽ അത് 40% ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഈ മാർജിനൽ റിക്വയർമെൻറ്റ് കൂട്ടിയും കുറച്ചും എക്കോണമിയിലുള്ള പണത്തിൻ്റെ ഫ്ലക്ച്വേഷനെ, മോണിറ്ററി വാല്യൂവിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് കൺട്രോൾ ചെയ്യുമ്പോൾ 20% എന്ന് പറയുമ്പോൾ മാക്സിമം എമൗണ്ട് 20% മാർജിനൽ റിക്വയർമെൻറ്റ് വേണ്ടു എന്ന് പറയുകയാണെങ്കിൽ 80% ലോൺ കൊടുക്കാം. അപ്പോൾ നമുക്കവിടെ ലോണിൻ്റെ എമൗണ്ട് കൂടിപ്പോയി. അപ്പോൾ 20% മാർജിനൽ റിക്വയർമെൻറ്റ് കീപ്പ് ചെയ്യുമ്പോൾ 80% ലോൺ കൊടുക്കും. അപ്പോൾ 80% ലോൺ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന പക്ഷം അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ സർക്കുലേഷൻ ഓഫ് മണി ഇൻക്രീസ് ചെയ്തു. അതായത് ഇപ്പോൾ ഒരു ഡിഫ്ലേഷൻ പീരീഡിലൊക്കെയാണ് പ്രൊഡക്റ്റീവ് സെക്ടറിലേക്ക് ലോണുകൾ കൂടുതലായിട്ട് സാങ്ഷൻ ചെയ്യണം എന്നാണ് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ RBIയുടെയും ഒക്കെ ഒരു നിരീക്ഷണത്തിൽ. സർക്കുലേഷൻ ഓഫ് മണി, സപ്ലൈ ഓഫ് മണി ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്താൽ മതി? മാർജിനൽ റിക്വയർമെൻറ്റ് കുറച്ചാൽ മതി. മാർജിനൽ റിക്വയർമെൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് കൂടും? പണത്തിൻ്റെ തോത്, ജനങ്ങളിലേക്ക് വരുന്ന പണത്തിൻ്റെ തോത് ഇൻക്രീസ് ചെയ്യും.
ഇനി അത് കൂടിക്കഴിഞ്ഞാലോ, മാർജിനൽ റിക്വയർമെൻറ്റ് 20% 40% കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന എഫക്റ്റ് എന്താണ്? പണത്തിന്, അതായത് 1,00,000 രൂപയുടെ പ്രോപ്പർട്ടി വെച്ചാൽ പോലും നമുക്ക് കിട്ടുന്ന 60,000 രൂപയാണ്. അവിടെ നമുക്കൊരു 40,000 രൂപ അവിടെ മാർജിനൽ റിക്വയർമെൻ്റ് ആയിട്ട് മിസ്സിംഗ് ആയിട്ട് ആ ഫാക്ടർ നിൽക്കുക. അത്രയും സമയം വരുമ്പോൾ അതിൽ 60% മാത്രമാണ് പബ്ലിക്കിലേക്ക് വരുന്നത്. അവിടെ സർക്കുലേഷൻ ഓഫ് മണി ഡിക്രീസ് ചെയ്യാം. അങ്ങനെ സർക്കുലേഷൻ ഓഫ് മണി ഡിക്രീസ് ചെയ്യും തോറും മൊത്തം വിപണിയിൽ ഉണ്ടാകാവുന്ന ഒരു ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെ അഗ്രികൾച്ചർ സെക്ടറിലോ ബിസിനസ് സെക്ടേഴ്സിലോ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലോ ഒക്കെ ഉണ്ടാകാവുന്ന പണത്തിൻ്റെ വിനിമയം കുറയ്ക്കുക, ഇൻഫ്ലേഷനെ കുറച്ചുകൊണ്ട് രൂപയുടെ മൂല്യം ഇൻക്രീസ് ചെയ്യുക. ഇതാണ് അവിടെ ആ ഗവൺമെൻറ് എടുക്കുന്ന മെഷർമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ RBI ഇത്തരത്തിൽ ചില ക്വാളിറ്റേറ്റീവ് മെഷേഴ്സിലൂടെ മൊത്തം രാജ്യത്ത് വിനിമയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെപ്പോഴും പഠിക്കാറുണ്ടല്ലോ, ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിരിക്കണം, ഒന്നും എക്സസ് ആവാൻ പാടില്ല. അതായത് ഡിമാൻഡ് എക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാവുക. ഡിമാൻഡ് കൂടി സപ്ലൈ ഇല്ല, അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? എക്സസ് ഡിമാൻഡാണ്. എക്സസ് ഡിമാൻഡ് അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാവുക നിങ്ങൾക്കറിയാം. അതേസമയം തന്നെ എക്സസ് സപ്ലൈ, അതായത് എല്ലാവരും ബിസിനസ് ഫീൽഡ് വളരെയധികം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എക്സസ് സപ്ലൈ വന്നു കഴിഞ്ഞാൽ അവിടെയൊന്നും ജനങ്ങൾക്ക് അത് ആവശ്യമില്ലാത്ത വരികയാണ് വെച്ചാൽ അവിടെ ഷോർട്ടേജ് ഓഫ് ഡിമാൻഡാണ്. അപ്പോൾ എക്സസ് സപ്ലൈ വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകാവുന്ന ഒരു എഫക്റ്റ് എന്താണ്? ബിസിനസ് ഫേമുകൾക്കൊക്കെ നഷ്ടത്തിലേക്ക് പോകാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരിക്കലും ഏതെങ്കിലും ഒരു ഫാക്ടർ കൂടാനോ ഒരു ഫാക്ടർ കുറയാനോ പാടില്ല. അപ്പോൾ അവിടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഡിമാൻഡും സപ്ലൈയും ഈക്വലൈസ് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് നമ്മളവിടെ എന്താ പറയുക? ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുക. ഒരു തരത്തിലും ഒരു നഷ്ടവും എല്ലാം ഒരേപോലെ പോകണം. അതേപോലെ തന്നെ ഇപ്പം നമുക്കറിയാലോ, കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ പോയിൻ്റ് കൊണ്ട് തന്നെ RBI ഉദ്ദേശിക്കുന്നത് ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റിയാണ്. അതായത് നല്ല രീതിയിൽ എക്കണോമിക് സ്റ്റെബിലിറ്റി ടു അറ്റൈൻ ദ എക്കണോമിക് ഗ്രോത്ത്, നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു എക്കണോമിക് ഗ്രോത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കണം. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റേബിളായിട്ട് നിൽക്കണം. ഇപ്പോൾ നമുക്ക് ഏകദേശം നമുക്കറിയാം ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് രൂപയുടെ വിലയിൽ. ഇപ്പോൾ ദിറംസ് ആയിട്ടോ അല്ലെങ്കിൽ ദിനാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് RBI ഒരു മെഷേഴ്സ് എടുത്തിട്ട് ആ ഫ്ലക്ച്വേഷൻ അവിടെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. കണ്ടോ? അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? അപ്പോൾ അത്തരത്തിൽ പണത്തിൻ്റെ അല്ലെങ്കിൽ രൂപയുടെ മൂല്യത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് അതേപോലെ തന്നെ എക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ടും ഒക്കെ RBI എടുക്കുന്ന ചില മെഷേഴ്സാണിത്. അതിൽ വൺ ഓഫ് ദ മെഷേഴ്സാണ് ഇത് വാരിയിങ് മാർജിനൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയിട്ടുണ്ട്. വാരിയിങ് മാർജിനൽ റിക്വയർമെൻറ്റ് കൂട്ടിയും കുറച്ചും RBI രാജ്യത്ത് നടക്കുന്ന പണത്തിൻ്റെ വിനിമയത്തെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റിൽ റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റിനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സെക്കൻഡ് പോയിന്റ് എങ്ങനെയാണ് കൺസ്യൂമർ ക്രെഡിറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, അണ്ടർ ദി കൺസ്യൂമർ ക്രെഡിറ്റ് സിസ്റ്റം എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ദ price of consumer durables goods is paid by the consumer and the balance is financed through bank credit which the consumer and the balance financed through bank credit which the repayable by consumers in installment. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റാണ്. കൺസ്യൂമർ ക്രെഡിറ്റ് കൊടുക്കുന്നതിൽ, വായ്പകൾ കൊടുക്കുന്നതിൽ ചില റെഗുലേഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ റെഗുലേഷൻസ് എങ്ങനെ കൊണ്ടുവരിക? ഇപ്പം നമുക്കറിയാം, ബാങ്കുകൾ ചില ലോണുകൾ സാങ്ഷൻ ചെയ്യുന്നുണ്ട്. അതായത് കൺസ്യൂമർ ക്രെഡിറ്റ്, ഉപഭോക്താവിന് ആവശ്യമുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിലുള്ള ലോൺസ് കൊടുക്കാറുണ്ട്. ഈ ലോൺ കൊടുക്കുമ്പോൾ പലപ്പോഴും നമുക്കറിയാം, ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ഒരു വെഹിക്കിൾ ലോൺസിനെയൊക്കെ കുറിച്ചാണ് നമുക്ക് പറയാം. ഈ വെഹിക്കിൾ ലോൺസിലൊക്കെ നമുക്ക് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ, വെഹിക്കിൾ ലോണൊക്കെ പ്രൊവൈഡ് ചെയ്യാന്നുണ്ട് വെച്ചാൽ അവിടെ ചില സമയത്ത് ഡൗൺ പേയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടും ചില സമയത്ത് ഡൗൺ പേയ്മെൻറ്റ് ഡിക്രീസ് ചെയ്തുകൊണ്ടും കാണാം. അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും അവിടെ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഡിക്രീസ് ചെയ്യും. ചില സിറ്റുവേഷൻസിൽ ഡൗൺ പേയ്മെൻറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെൻറ്റ് ഇൻക്രീസ് ചെയ്യും. ഈ രീതിയിലൊക്കെയാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റിലെ അണ്ടർ ദി കൺസ്യൂമർ ക്രെഡിറ്റ് സിസ്റ്റം certain percentage of the price of consumer durable goods is paid by the consumers and the balance is financed through bank credit which is repayable by consumers in installments. The central bank can control the credit by changing the amount that can be borrowed for the purchase of consumer durable goods and by changing the maximum period over which the installment can be extended. When the required down payment limit is increased or
period of payment of installment is increased, the demand for credit gets reduced. In this way central bank can control credit. അതായത് ചില സമയങ്ങളിൽ ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, കൺസ്യൂമർ ക്രെഡിറ്റ് കൂട്ടാം. അങ്ങനെ അതായത് ഫ്രീ ആയിട്ട് നമുക്ക് ഏറ്റവും വേഗത്തിൽ കൺസ്യൂമർ ക്രെഡിറ്റ് കൊടുത്തുകൊണ്ടിരിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് കുറച്ചുകൊണ്ടും ഇൻസ്റ്റാൾമെൻറ്റ് കൂട്ടിക്കൊണ്ടുള്ള ചില സ്കീമുകളൊക്കെ കമേഴ്ഷ്യൽ ബാങ്കുകൾ ആവിഷ്കരിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചെയ്യാനുള്ള ചില നിർദ്ദേശങ്ങൾ, അതായത് റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്, അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ RBI കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കും. അപ്പോൾ ഇതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്, റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് വാരിയിങ് മാർജിനൽ റിക്വയർമെൻറ്റ്സ്, സെക്കൻഡ് പോയിന്റ് റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്. ദെൻ ഇനി തേർഡ് പോയിന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. തേർഡ് പോയിന്റിൽ ക്രെഡിറ്റ് റേഷനിങ്. അപ്പോൾ എന്താണ് ക്രെഡിറ്റ് റേഷനിങ് എന്ന് പറയുമ്പോൾ തന്നെ ക്രെഡിറ്റ് റേഷനിങ്, ലിമിറ്റിംഗ് എന്ന് പറയുന്ന വേർഡാണ് നമ്മളതിന് ഉപയോഗിക്കുന്നത്. Credit rationing is the limiting by lenders of the supply of additional credit to the borrowers who demand funds even if the latter are willing to pay higher interest rates. That is, credit rationing is the limiting by lenders of the supply of additional credit to borrowers who demand funds even if the latter are willing to pay higher interest rates. ചില കസ്റ്റമേഴ്സ് കൂടുതൽ പലിശ നിരക്കോട് കൂടി തന്നെ നൽകാമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലും നമ്മൾ ലോൺ കൊടുക്കുമ്പോൾ നമ്മൾ എത്ര പൈസ തന്നാലും ഇതാണ് ഇവിടുത്തെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒരു പോയിൻ്റ് റേഷനിങ് എന്ന് പറയുന്ന ടേമാണ്. ആ റേഷനിങ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലിമിറ്റിംഗ് ഫാക്ടറാണ്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയുന്നതാണ് അവിടുത്തെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് റേഷനിങ് എന്ന് പറയുന്നത് എന്താ? ക്രെഡിറ്റ് റേഷനിങ്, അതായത് കൂടുതൽ പൈസ ആവശ്യപ്പെട്ടാൽ പോലും നമുക്ക് ആ മേഖലയിലേക്ക് ഇനി കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റോട് കൂടെ തന്നെ അവർ ആവശ്യപ്പെട്ടാൽ പോലും കൂടുതൽ പൈസ കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇവിടെ പറയേണ്ടത് ഇതാണ്, ക്രെഡിറ്റ് റേഷനിങ് ഈസ് ദ ലിമിറ്റിംഗ് ബൈ ലെൻഡേഴ്സ് ഓഫ് ദ സപ്ലൈ ഓഫ് അഡീഷണൽ ക്രെഡിറ്റ് ടു ബോറവേഴ്സ് who demand funds even if the latter are willing to pay high rate of interest. ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റോട് കൂടെ തന്നെ ലോൺ എടുക്കാമെന്ന് സമ്മതിച്ചാൽ പോലും അവർക്ക് കൂടുതൽ ലോൺ കൊടുക്കാനായിട്ട് ബാങ്കുകൾക്ക് സാധിക്കുന്നില്ല. അവിടെ സാധിക്കാത്ത എന്താണ്? ദാറ്റ് ഈസ് എ ലിമിറ്റിംഗ് റേഷനിങ്. ചിലപ്പോൾ ചില മേഖലകളെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കാം, ചില മേഖലകൾക്ക് കൂടുതൽ ലോൺ കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ക്രെഡിറ്റ് റേഷനിങ് വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഇത്രയേ ഉള്ളൂ. അണ്ടർ ദിസ് മെത്തേഡ് റേഷനിങ് ഓഫ് ക്രെഡിറ്റ് ദ സെൻട്രൽ ബാങ്ക് ക്യാൻ ഫിക്സ് എ ലിമിറ്റ് ഫോർ ദ ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. സെൻട്രൽ ബാങ്ക് ചില ലിമിറ്റിംഗ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ദ സെൻട്രൽ ബാങ്ക് ക്യാൻ ഫിക്സ് എ ലിമിറ്റ് ഫോർ ദ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ടു കമേഴ്ഷ്യൽ ബാങ്ക്സ്. കമേഴ്ഷ്യൽ ബാങ്ക്സിന് കിട്ടുന്നതിൽ, ലോൺ കിട്ടുന്നതിൽ ചില ലിമിറ്റിംഗ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ദ സെൻട്രൽ ബാങ്ക് allows only limited accommodation to commercial banks by way of rediscounting facilities. The introduction of rationing makes commercial banks cautious in matter of advancing loans. This will reduce the credit creating capacity of commercial banks. ഇത് കമേഴ്ഷ്യൽ ബാങ്കുകളുടെ ക്രെഡിറ്റ് ക്രിയേറ്റിംഗ് ഇതിനെ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ക്രിയേറ്റിംഗ് കപ്പാസിറ്റി. ദിസ് വിൽ റിഡ്യൂസ് ദ ക്രെഡിറ്റ് ക്രിയേറ്റിംഗ് കപ്പാസിറ്റി ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്. കമേഴ്ഷ്യൽ ബാങ്കുകളെ ക്രെഡിറ്റ് ക്രിയേറ്റിംഗ് കപ്പാസിറ്റിയെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്, ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മണി അല്ലെങ്കിൽ മൾട്ടിപ്ലിസിറ്റി ഓഫ് മണി എന്നൊക്കെ പറയുന്നതാണ് അവിടെ എന്ത് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഓരോ ഡെപ്പോസിറ്റിൻ്റെയും നമ്മൾ പറഞ്ഞത് വീണ്ടും വീണ്ടും അതെന്ത് ചെയ്യുന്നു? ലോൺ കൊടുക്കുന്നു. ആ ലോണുകളൊക്കെ വീണ്ടും ഡെപ്പോസിറ്റ് ആയിട്ട് മാറുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഫെസിലിറ്റിയാണ് നമ്മളവിടെ എന്ത് പറയുന്നത്, നമ്മൾ പറയുന്ന ഈ പോയിന്റിൽ ക്രെഡിറ്റ് ക്രിയേറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റ് ക്രിയേറ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്? ഒരു ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് മാറ്റുകയാണ്. അത് കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി റിഡ്യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് എന്ത് ഈ പറയുന്ന ക്രെഡിറ്റ് റേഷനിങ്. അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു പോയിന്റ് റേഷനിങ് എന്ന് പറയുന്ന വേർഡാണ്. അപ്പോൾ റേഷനിങ് എന്ന് പറയുമ്പോൾ ലിമിറ്റിംഗ്, ഇത് ഇത്ര പാടില്ല, ഇത് ഇത്രയേ കൊടുക്കാൻ പാടൂ എന്നൊക്കെ പറയുന്നതാണ് അവിടെ റേഷനിങ് എന്ന് പറയുന്ന ടേം.
അപ്പോൾ ഇവിടെ റേഷനിങ്ങിൽ ഇവിടെ എന്താ ക്രെഡിറ്റ് റേഷനിങ് എന്ന് പറയുന്നതിൽ അണ്ടർ ദിസ് മെത്തേഡ് ദ സെൻട്രൽ ബാങ്ക് ക്യാൻ ഫിക്സ് എ ലിമിറ്റ് ഫോർ ദ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ടു കമേഴ്ഷ്യൽ ബാങ്ക്സ്. The central bank allows only limited accommodation to commercial banks by way of rediscounting facilities. The introduction of rationing makes commercial banks cautious in matter of advancing loans. This will reduce the credit creating capacity of commercial banks. Then fourth point is moral suasion. Fourth point is moral suasion. അപ്പോൾ എന്താണ് moral suasion? Moral suasion implies persuasion and request made by the central bank to commercial bank to follow a particular policy while advancing loans or to restrict giving loans for non-essential activities. Thus, moral suasion is a psychological means of controlling credit. Moral suasion എന്ന് പറയുന്നത് moral suasion is a psychological means of controlling credit. ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ആറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോറൽ സുവേഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളവിടെ ആലോചിക്കേണ്ട പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. മോറൽ സുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മാനസികമായിട്ടുള്ള പ്രേരണ. അതായത് ഇന്ന മേഖലകൾക്ക് കൂടുതൽ ലോൺ കൊടുക്കാനും ചിലതിന് ലോൺ കൊടുക്കണ്ട എന്ന് പറയാനും അവരെ പ്രേരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെയാണ് നമ്മൾ എന്താ പറയുക, മോറൽ സുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മോറൽ സുവേഷൻ ഇംപ്ലൈസ് persuasion and request made by central bank to the commercial bank to follow particular policy while advancing loans or to restrict giving loans for non-essential activities. non-essential activitiesനെ ലോൺ കൊടുക്കുന്നത് തടയുകയും അതേസമയം തന്നെ പ്രൊഡക്റ്റീവായിട്ടുള്ള മേഖലകളിലേക്ക് കൂടുതൽ ലോൺ കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ആ രണ്ട് ആക്ടിവിറ്റീസും അതിനെയാണ് മോറൽ സുവേഷൻ. അതായത് ഇപ്പോൾ നമ്മൾ പറയും അഗ്രികൾച്ചർ സെക്ടറിനെ ഒന്നുകൂടെ പ്രൊമോട്ട് ചെയ്തോളോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അത് എസെൻഷ്യൽ തിങ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം മേഖലകളിലേക്ക് കൂടുതൽ ലോൺസുകൾ വരണം. ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്, സ്മോൾ സ്കെയിൽ സെക്ടേഴ്സ്, ഡെവലപ്മെൻറ്റ് സെക്ടേഴ്സിനൊക്കെ കൂടുതൽ ലോൺ, അതൊക്കെ പ്രൊഡക്റ്റീവ് സെക്ടേഴ്സാണ്. ഹൗസിംഗ് ലോൺസ്, വെഹിക്കിൾ ലോൺസ്, അങ്ങനെയൊക്കെ നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മേഖലകളാണ്. അപ്പോൾ അതിനെ ചാനലൈസ് ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുക. അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കൊടുക്കുക, മാനസികമായിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കുക. ദെൻ ആ ഒരു ടേമാണ് അവിടെ ഉപയോഗിക്കുന്നത്, മോറൽ സുവേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോറൽ സുവേഷൻ നിങ്ങൾക്ക് ഒരു 2 മാർക്കിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചിലപ്പോൾ ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് മോറൽ സുവേഷൻ. Moral suasion implies persuasion and request made by the central bank to the commercial bank to follow a particular policy while advancing loans to restrict giving loans for non-essential activities. Then next point is issue of directives. Issue of directives. In this method, the central bank issue directives in the form of oral or written statement, appeals or warnings, particularly to control individual credit structures and to restrain the aggregate volume of credit. അവിടെ നമ്മൾ പറയുന്നത് എന്താ, in this method the central bank issues directives in the form of oral or written statement. എഴുതി തയ്യാറാക്കിയിട്ടുള്ളതോ പറഞ്ഞതോ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ എന്ത് ചെയ്യണേ, ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആപ്പിൾ വാർണിംഗ് പർട്ടിക്കുലർ ടു കൺട്രോൾ ഇൻഡിവിജ്വൽ ക്രെഡിറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് റിസ്റ്റിൻ അഗ്രിഗേറ്റ് വോളിയം ഓഫ് ക്രെഡിറ്റ്. അതായത് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ കൊടുക്കേണ്ട ലോണിനെ കുറിച്ചോ ഒക്കെ നമ്മൾ പറയുന്ന ഒരു പോയിൻ്റാണ് അവിടെ ഇത് പറയുന്നത്, ഇഷ്യൂ ഓഫ് ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് മെഷർമെൻറ്റ്സിലൂടെ നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കണമെന്ന് പറയും, ഇഷ്യൂ ഓഫ് ഡയറക്റ്റീവ്സ്. ദെൻ 6th പോയിൻ്റ് ഈസ് direct action. Direct action it includes all type of restrictions and controls imposed on commercial banks by central bank in relation to lending and investment. It refers to direct dealings with individual banks which adopt policies against the policies of central bank. Direct action may take different form like refusing rediscounting facilities to certain commercial banks, imposing penalty, not granting further accommodation, etc. അവിടെ പറയുന്നത് ചില ഡയറക്റ്റ് ആക്ഷൻസിലൂടെയാണ്, നേരിട്ട് പ്രത്യക്ഷമായിട്ടുള്ള ചില ആക്ഷൻസിലൂടെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡയറക്റ്റ് ആക്ഷൻസിന് നമ്മൾ ചെയ്യേണ്ട പോയിൻ്റ് എന്താണ്, ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്
നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് RBI ചെയ്യുന്നത് ചില കമേഴ്ഷ്യൽ ബാങ്കുകളുടെ ബില്ലുകൾ റീഡിസ്കൗണ്ട് ചെയ്യുന്നത് റിഫ്യൂസ് ചെയ്യാം. റീഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെ അവിടെ തടയാണ് ചെയ്യുന്നത്. റീഡിസ്കൗണ്ടിങ് പ്രോസസ്സിനെ അവിടെ തടയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പിന്നെ ചെയ്യാവുന്നത് ഇമ്പോസിങ് പെനാലിറ്റീസ്, മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അതിന് നേരെ നമ്മളൊരു പെനാലിറ്റി ഇമ്പോസ് ചെയ്ത് കൊടുക്കാം. നോട്ട് ഗ്രാൻഡിങ് ഫർദർ അക്കോമഡേഷൻ, നോട്ട് ഗ്രാൻഡിങ് ഫർദർ അക്കോമഡേഷൻ എക്സെട്ര, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ ദെൻ ഇവിടെ നമ്മളൊരു 5-6 പോയിൻ്റാണ് നമ്മൾ പഠിച്ചത്. വാരിയിങ് മാർജിനൽ റിക്വയർമെൻറ്റ്, റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്, ക്രെഡിറ്റ് റേഷനിങ്, മോറൽ സുവേഷൻ, ഇഷ്യൂ ഓഫ് ഡയറക്റ്റീവ്സ് ആൻഡ് ഡയറക്റ്റ് ആക്ഷൻ. അപ്പോൾ ഡയറക്റ്റ് ആക്ഷനിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്താ? ഇമ്പോസിങ് പെനാലിറ്റി, റിഫ്യൂസിങ് ഓഫ് റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസ് ഓഫ് സെർട്ടൻ കമേഴ്ഷ്യൽ, റിഫ്യൂസിങ് ദ റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസ് ടു സെർട്ടൻ കമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് നോട്ട് ഗ്രാൻഡിങ് ഫർദർ അക്കോമഡേഷൻ എക്സെട്ര. ഇതൊന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ എന്താണ് ഈ പറയുന്ന രീതിയിലുള്ള ഈ പ്രോസസ്സുകൾ നമ്മൾ തടയുക അല്ലെങ്കിൽ റിസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then the qualitative or selective credit control measures are more direct and effective than quantitative techniques. നമ്മൾ സാധാരണ പറയാറുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനേക്കാളും വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ടെക്നിക്സാണ് ഇത് ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ദേ ആർ മോർ ഫ്ലെക്സിബിൾ ആൻഡ് ഹാവ് വൈഡ് ഇഫക്റ്റ്. ഒന്നുകൂടെ ഫ്ലെക്സിബിളാണ്, എന്നാൽ ഒന്നുകൂടെ വൈഡ് ഇഫക്റ്റ് അതിനുണ്ട്. ഇറ്റ് എൻഷുവേഴ്സ് a balanced growth and removal of sectoral imbalances. But the effectiveness of these techniques has been reduced by the growing popularity of company form of business organization which can raise funds directly from the market without depending on commercial banks. which can raise funds directly from the market without depending on commercial bank. Then നമ്മൾ ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടെ ഇപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ബിസിനസ് വിച്ച് റേസ് ഫണ്ട് ഡയറക്ട്ലി ഫ്രം ദ മാർക്കറ്റ്. അതായത് പരസ്പരം മാർക്കറ്റിൽ തന്നെ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നതിൻ്റെ ആക്ടിവിറ്റീസ് ഒന്നുകൂടെ ഇതായിട്ടുണ്ട്. അതുകൊണ്ട് കമേഴ്ഷ്യൽ ബാങ്കുകൾ എല്ലായ്പ്പോഴും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദി പ്രോബ്ലം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് എല്ലാത്തിനും നമ്മൾ കമേഴ്ഷ്യൽ ബാങ്കുകളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ടെക്നിക്സുകളൊക്കെ ഫിനാൻഷ്യൽ ഏരിയകളിലേക്ക് കമേഴ്ഷ്യൽ ബാങ്കുകളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാത്ത പക്ഷം ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പലപ്പോഴും ഇത് സക്സസ് ആയിന്ന് വരില്ല. എങ്കിൽ കൂടെ ഞാനിതൊന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറയാണ്. ഒരു വലിയൊരു എസ്സേ ക്വസ്റ്റ്യനാണ് നമ്മുടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ വാട്ട് ഈസ് മെൻ ബൈ ക്രെഡിറ്റ് ക്രിയേഷൻ അല്ലേ, ആ ഒരു എസ്സേ ആണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ആ ക്രെഡിറ്റ് ക്രിയേഷനിലെ ക്രെഡിറ്റ് ക്രിയേഷൻ അല്ല, കൺട്രോളിങ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് RBIക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ദെൻ കൺട്രോളിങ് ഓഫ് ക്രെഡിറ്റ്, അതായത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് RBI ഈസ് കൺട്രോളിങ് ഓഫ് ക്രെഡിറ്റ്. കൺട്രോളിങ് ഓഫ് ക്രെഡിറ്റിൽ അപ്പോൾ RBIയുടെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഒരുപാട് ഫങ്ഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? മോണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ, കൺട്രോളിങ് ക്രെഡിറ്റ്, ബാങ്കേഴ്സ് ബാങ്ക്, ഗവൺമെൻറ് ബാങ്ക്, ബാങ്കേഴ്സ് ടു ദ ഗവൺമെൻറ്, ബാങ്കേഴ്സ് ബാങ്ക്, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, ഓർഡിനറി ബാങ്കിങ് ഫങ്ഷൻ ആൻഡ് ഡാറ്റ കളക്ഷൻ ആൻഡ് പബ്ലിക്കേഷൻസ്, ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ്, ഇങ്ങനെ വേരിയസ് ഫങ്ഷൻസ് ഉണ്ട്. ആ വേരിയസ് ഫങ്ഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫങ്ഷൻ ഏതാണ്? ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നൊരു ഫങ്ഷനാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളതും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ആണ്. കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്, കൺട്രോളിങ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ദെൻ ക്രെഡിറ്റ് കൺട്രോൾ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഓഫ് ദ മോണിറ്ററി പോളിസി used by RBI to control the demand and supply of money and flow of credit in an economy. അതായത് പണത്തിൻ്റെ വിനിമയത്തെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന RBIയുടെ വളരെ പ്രധാനപ്പെട്ട ഫങ്ഷനാണ് ഇത് കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനിയാണ് നമ്മളത് ഒരു എസ്സേ ക്വസ്റ്റിന് വേണ്ടിയിട്ട് ചാനലൈസ് ചെയ്യാനായിട്ട് നിങ്ങളോട് പറഞ്ഞു, ഒരു ഫ്ലോ ചാർട്ട് പോലെ വരയ്ക്കാനായിട്ട് പറഞ്ഞത്. ഈ ഫ്ലോ ചാർട്ടിൽ ദെൻ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. ദെൻ ഫസ്റ്റ് വൺ ഈസ്
ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സും, സെക്കൻഡ് വണ്ണ് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സുമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ്, ഏതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിൽ നമ്മളുടെ ആ ഒരു പ്രോസസ്സിൽ ദാറ്റ് മീൻസ് ഹാവ് എ ജനറൽ ഇഫക്റ്റ് ഓൺ ദ വോളിയൂം ഓഫ് ക്രെഡിറ്റ്. നമ്മൾ എടുക്കുന്ന ആക്ഷൻസ് മൊത്തം വിപണിയെ ബാധിക്കുന്നുണ്ട് അല്ലേ. ഹാവ് ജനറൽ ഇഫക്റ്റ് ഓൺ ദ വോളിയൂം ഓഫ് ക്രെഡിറ്റ്, അതിനെ ബാധിക്കുന്നുണ്ട്. ശരിക്കും ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ആക്ഷനാണ് ഇത് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിൽ ഏതൊക്കെയാണ് നമുക്ക് എക്സാമ്പിളായിട്ട് ഏതൊക്കെ ടെക്നിക്സാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്? ഒന്ന് ബാങ്ക് റേറ്റ് പോളിസി, സെക്കൻഡ് വൺ ഈസ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, തേർഡ് വൺ ഈസ് വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ, ദാറ്റ് മീൻസ് വേരിയബിൾ റിസർവ് റേഷ്യോസ്, ദാറ്റ് മീൻസ് ക്യാഷ് റിസർവ് റേഷ്യോ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ പാർട്ട് അവിടെ കഴിയാണ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, പിന്നെ അതുപോലെ തന്നെ ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഈ 4 പോയിൻറ്റ്സുമാണ് ഇതിൽ വരിക. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിൽ നമുക്ക് പറയാനുള്ള 4 പോയിൻറ്റ്സാണ്. അതിലാണ് നമ്മൾ വാട്ട് ഈസ് മെൻ ബൈ ബാങ്ക് റേറ്റ് പോളിസി. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ബാങ്ക് റേറ്റ് പോളിസിയെക്കുറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. അതേപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനെ കുറിച്ച് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. ബാങ്ക് റേറ്റ് എന്ന് പറയുമ്പോൾ ബാങ്ക് റേറ്റ് മീൻസ് ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ദി RBI ഫോർ പ്രൊവൈഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു കമേഴ്ഷ്യൽ ബാങ്ക്സ്. കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസിനെ RBI ചാർജ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. ബാങ്ക് റേറ്റ് മീൻസ് ഈസ് എ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ചാർജസ് ഇറ്റ്സ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു കമേഴ്ഷ്യൽ ബാങ്ക്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് ബാങ്ക് റേറ്റ് പോളിസിയും, അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിപ്പോ റേറ്റും, ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് റിവേഴ്സ് റിപ്പോ ആണ് നമുക്കതിൽ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബാങ്ക് റേറ്റ് പോളിസിയെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ഏത് പറയുന്നത്? റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. Repo rate means, or repo rate is repurchasing rate at which the RBI lend funds to commercial banks and other financial institutions with the country. നമ്മുടെ രാജ്യത്ത് മൊത്തം എന്താ പറയുക, കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് വേണ്ടി കൊടുക്കുന്ന ചില ലെൻഡിങ് ഫോർ പർച്ചേസിങ് സെക്യൂരിറ്റീസ് വാങ്ങാനായിട്ട് കൊടുക്കുന്ന ചില ലെൻഡിങ് പ്രോസസ്സിന് അതിന് കൊടുക്കുന്ന ലോൺ സാങ്ഷൻ ചെയ്യുന്നതിനാണ് റിപ്പോ റേറ്റ് എന്ന് പറയാം. സാധാരണ RBI കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസിന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ എന്താ പറയുക? റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് എന്താ? കമേഴ്ഷ്യൽ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റിനെയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് അല്ലേ. റിവേഴ്സ് റിപ്പോ മീൻസ് ഇറ്റ് ഈസ് എ റേറ്റ് അറ്റ് വിച്ച് കമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ പാർക്ക് ദെയർ എക്സസ് മണി വിത്ത് RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുക. ഇറ്റ് ഈസ് എ റിവേഴ്സ് റിപ്പോ ഈസ് എ റേറ്റ് അറ്റ് വിച്ച് RBI ബോറോസ് ഫണ്ട് ഫ്രം ദ കമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ദ കൺട്രി. അതായത് കമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന് പണം RBI സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ട റേറ്റിനെയാണ് നമ്മൾ എന്താ പറയുക? റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം, റിപ്പോ റേറ്റ് കൂടിയിരിക്കും, റിവേഴ്സ് റിപ്പോ കുറഞ്ഞിരിക്കും. കാരണം നമ്മൾ കമേഴ്ഷ്യൽ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലോണുകൾക്ക് നമുക്ക് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലും, നമ്മുടെ ഡെപ്പോസിറ്റ് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. അതേപോലെ തന്നെ RBI കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ചാർജ് ചെയ്യുന്ന റേറ്റിനെ റിപ്പോ റേറ്റ് എന്നും, തിരിച്ചാണെങ്കിൽ അതിനെ റിവേഴ്സ് റിപ്പോ എന്നും പറയുന്നു, ചോദിക്കാറുണ്ട്. അപ്പോൾ ബാങ്ക് റേറ്റ് അറിയാം, റിപ്പോ റേറ്റ് അറിയാം, റിവേഴ്സ് റിപ്പോ അറിയാം അല്ലേ. അപ്പോൾ ഇതാണ് അതിൽ പറയുന്ന പോയിന്റുകൾ മെയിനായിട്ട്. ഇനി ബാങ്ക് റേറ്റുകൾ ഇതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഇൻഫ്ലേഷൻ പീരീഡിലും ഡിഫ്ലേഷൻ പീരീഡിലും അതിൻ്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ബാങ്ക് റേറ്റ് ഇൻക്രീസ് ചെയ്യും ഏത് സമയത്ത്? ഇൻഫ്ലേഷൻ പീരീഡിൽ ബാങ്ക് റേറ്റ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോൺ കൊടുക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ലോൺ വാങ്ങിക്കുന്നതിൽ കമേഴ്ഷ്യൽ ബാങ്കുകൾ പിന്മാറും. കമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് ജനങ്ങൾ ലോൺ വാങ്ങുന്നതിൽ നിന്നും മേടിക്കുന്നതിലും പിന്മാറും. അവിടെ തീർച്ചയായിട്ടും അവിടെ സർക്കുലേഷൻ ഓഫ് മണി, അതായത് പണത്തിൻ്റെ തോത് അതിനെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൂടുന്തോറും കയ്യിൽ കൂടുതൽ അടച്ചു തീർത്ത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ശ്രമം ഉണ്ടാവും. അപ്പോൾ അവിടെ അങ്ങനെയാണ് ആ പണത്തിൻ്റെ വിനിമയത്തെ നമ്മളവിടെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ പീരീഡിലെ ബാങ്ക് റേറ്റ് ഇൻക്രീസ് ചെയ്യുകയും ഡിഫ്ലേഷൻ പീരീഡിലെ ബാങ്ക് റേറ്റ് ഡിക്രീസ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് പണത്തിൻ്റെ വിനിമയത്തെ RBI കൺട്രോൾ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നടക്കണമെന്നുണ്ടെങ്കിൽ ചില അസംഷൻസ് ഉണ്ട് ഇല്ലേ, പഠിച്ചിട്ടുണ്ട്. അസംഷൻസിൽ ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ആയിരിക്കണം,
കമേഴ്സ്യൽ ബാങ്കുകൾ RBI തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം എന്നൊക്കെ പറയുന്ന ചില പോയിൻറ്റ്സുകൾ കൂടെ അസംഷൻസ് പഠിക്കാം. പിന്നെ അതിൽ നമ്മൾ മുൻപ് പഠിച്ച പോലെ ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ആ ലിമിറ്റേഷൻസിലെ അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് ഒരു ലിമിറ്റേഷനാണ്. ലാക്ക് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് എലിജിബിൾ ബിൽസ്, അതായത് ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാനുള്ള എലിജിബിൾ ബിൽസിൻ്റെ ബേസിൽ മാത്രമാണ് ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പോൾ അവിടെ ലാക്ക് ഓഫ് എലിജിബിൾ ബിൽസ്, പുവർ പ്രാക്ടീസ് ഓഫ് റീഡിസ്കൗണ്ടിങ്, എക്സിസ്റ്റൻസ് ഓഫ് സഫിഷ്യൻറ്റ് റിസർവ്, business psychology, then not a direct method, and inelasticity of economic system. ഇതൊക്കെ അതിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചില ലിമിറ്റേഷൻസ് ആണ്. ഏതിൻ്റെ? ബാങ്ക് റേറ്റിൻ്റെ ചില ലിമിറ്റേഷൻസ് ആണ്. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിലെ ബാങ്ക് റേറ്റ് പറഞ്ഞു. അതേപോലെ തന്നെ അതിൽ പറയുന്ന സെക്കൻഡ് പോയിൻ്റാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ റെഫേഴ്സ് ടു ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മെയ്ഡ് ബൈ ദ സെൻട്രൽ ബാങ്ക് ഫോർ ദി പർപ്പസ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. കൺട്രോളിനെ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് RBI ഉപയോഗിക്കുന്ന മറ്റൊരു മെഷർമെൻ്റാണ് ഇത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലെ: പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ്, അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെ ഈ സെക്യൂരിറ്റീസ് ക്രയവിക്രയം ചെയ്തുകൊണ്ട് പണത്തിൻ്റെ തോത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് അവിടെ ഇൻഫ്ലേഷൻ പീരീഡിലെ RBI എടുക്കുന്ന മെഷേഴ്സ് എന്ന് പറയുന്നത്, ഇൻഫ്ലേഷൻ പീരീഡിൽ RBI എടുക്കുന്ന മറ്റൊരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ദെൻ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് അവിടെ അതാണ്. സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ദ ഇൻഫ്ലേഷൻ പീരീഡ്. പണപ്പെരുപ്പം, എല്ലായിടത്തും പണപ്പെരുപ്പം ഉണ്ട്, എല്ലാത്തിനും ബിസിനസ്സൊക്കെ ബൂം പീരീഡിലാണ് വന്ന് നിന്നുകൊണ്ടിരിക്കുന്നത്. പണത്തിൻ്റെ മൂല്യം കുറയാനായിട്ട് തുടങ്ങുന്നു എന്ന് പറയുന്നതിൽ അധിക പണത്തെ പിടിച്ചെടുക്കേണ്ടതുണ്ട്. ഈ അധിക പണത്തെ പിടിച്ചെടുക്കണമെങ്കിൽ ഗവൺമെൻറ് ബോണ്ടുകളോ ഗവൺമെൻറ് സെക്യൂരിറ്റീസോ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് അധിക പണത്തെ ഗവൺമെൻറ് RBI പിടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനവിടെ കമേഴ്സ്യൽ ബാങ്കുകളും എല്ലായിടത്തും അവിടെ എന്ത് ചെയ്യുന്നു, അപ്പോൾ ജനങ്ങൾ അത് വാങ്ങിക്കുകയും ചെക്കോ അല്ലെങ്കിൽ ക്യാഷോ കൊടുക്കുകയും ചെയ്യുന്ന പ്രോസസ്സ്. അവിടെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ഏത് പ്രതീക്ഷിക്കാം? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബൈ ദ സെൻട്രൽ ബാങ്ക് ഫോർ ദി പർപ്പസ് ഓഫ് കൺട്രോളിങ് ക്രെഡിറ്റ്. ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷർമെൻറ്റാണ് ഇത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലെ. അതിൽ ഒരു പോയിൻ്റ് പറയുന്നത് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ് എന്നുള്ളതാണ്. പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ഡിഫ്ലേഷൻ പീരീഡിലാണ് എന്ത് ചെയ്യുക, പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ്. പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസിലെ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള പണത്തിനെ അവരിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതിൽ വരിക. ദെൻ അവിടെ വരുന്നത് പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ്. കണ്ടോ അവിടെ. അപ്പോൾ രണ്ട് പോയിൻ്റ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ പറയും: ഇൻഫ്ലേഷൻ പീരീഡ്, സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്; ഡിഫ്ലേഷൻ പീരീഡ്, പർച്ചേസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഈ രണ്ട് ടെക്നിക്സുമാണ് RBI എടുക്കുന്നത്. കണ്ടോ. എന്നിട്ട് അധിക പണത്തെ പിടിച്ചെടുക്കുകയും അല്ലെങ്കിൽ കൂടുതൽ പണത്തെ വിപണിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഈ രണ്ട് ആക്ഷൻസും ഒരേപോലെ തന്നെ ഇവിടേക്കും അവിടേക്കും ഒരേപോലെ. ഇൻഫ്ലേഷൻ പീരീഡിൽ സെക്യൂരിറ്റീസ് വിൽക്കുകയും ഡിഫ്ലേഷൻ പീരീഡിൽ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് പണത്തിൻ്റെ വിനിമയത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം? വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനും അതേസമയം തന്നെ വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഒക്കെ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ആ ലിമിറ്റേഷൻസിലെ ലാക്ക് ഓഫ് വെൽ ഡെവലപ്ഡ് security market, inadequate stock of securities, excess cash reserve with commercial banks, change in the credit policy of commercial banks, attitude of investors, influence of extraneous factors. ഇത്രയൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇനി തേർഡ് പോയിന്റിലെ വേരിയബിൾ റിസർവ് റേഷ്യോ. വേരിയബിൾ റിസർവ് റേഷ്യോയിലെ രണ്ട് പോയിൻറ്റ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതാ രണ്ട് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്? ഏതാ? ക്യാഷ് റിസർവ് റേഷ്യോ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഏതാണ് വേരിയബിൾ ക്യാഷ് റിസർവിൽ നമുക്ക് പഠിക്കാൻ രണ്ട് പോയിൻ്റ് ഉണ്ട്. രണ്ട് പോയിൻറ്റും ചോദിക്കാം: ക്യാഷ് റിസർവ് റേഷ്യോ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. CRR is the cash reserve ratio. CRR is the amount of cash that the bank have to keep with RBI. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് കമേഴ്സ്യൽ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. നമുക്കറിയാം, അതായത് ഓരോ ടൈം ഡെപ്പോസിറ്റിൻ്റെയും ഒരു സെർട്ടൻ പെർസെൻറ്റേജ് ആയിട്ട് ബാങ്കുകൾ എന്ത് ചെയ്തിരിക്കണം? റിസർവായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം.
കേട്ടോ. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? Statutory liquidity ratio is the government term for the reserve requirement that the commercial bank in India are required to maintain the form of cash or gold. കണ്ടോ, ക്യാഷോ ഗോൾഡോ ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ചെയ്യുന്നതിനെയാണ് നമ്മളെന്താ പറയുക? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയാം. അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഏതാണ്? ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ഓഫ് കൺട്രോളിങ് ക്രെഡിറ്റ് ഓഫ് RBI. RBIയുടെ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സാണ്. ഏതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ്? ഒന്നുകൂടെ പറയാം. ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഈ 4 പോയിൻറ്റ്സും വ്യക്തമായിട്ട് പഠിക്കാം. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് കൂടെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും അവിടെ ചോദിക്കാം, ലിമിറ്റേഷൻസ് ചോദിക്കാം. അപ്പോൾ നന്നായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് അത്. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക്കാണ് ഇത്, ക്വാളിറ്റേറ്റീവ് ഓർ സെലക്റ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓർക്കുന്നുണ്ടാവും, ക്വാളിറ്റേറ്റീവ് ഓർ സെലക്റ്റീവ് മെത്തേഡ്സ്. വൺ ഓഫ് ദി മെത്തേഡാണ് ഇത് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് മെഷേഴ്സിൻ്റെ പ്രാധാന്യം, ഇറ്റ് ട്രൈസ് ടു കൺട്രോൾ ദി ക്വാളിറ്റി ഓഫ് ബാങ്ക് ക്രെഡിറ്റ്. ബാങ്ക് ക്രെഡിറ്റിൻ്റെ ക്വാളിറ്റിയെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന വൺ ഓഫ് ദി ഒബ്ജക്റ്റാണ് ഇതിനുള്ളത്, ക്വാളിറ്റേറ്റീവ് ടെക്നിക്സിനുള്ളത്. ഈ ക്വാളിറ്റേറ്റീവ് ടെക്നിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത് വാരിയിങ് മാർജിനൽ റിക്വയർമെൻറ്റ്, സെക്കൻഡ് വൺ ഈസ് റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ് റേഷനിങ്, മോറൽ സുവേഷൻ, ഇഷ്യൂ ഓഫ് ഡയറക്റ്റീവ്സ് ആൻഡ് ഡയറക്റ്റ് ആക്ഷൻ. നന്നായിട്ട് വായിച്ച് നോക്കുക. അതിൽ വാരിയിങ് മാർജിനൽ റിക്വയർമെൻറ്റ്. മാർജിനൽ റിക്വയർമെൻറ്റ് മീൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് വാല്യൂ ഓഫ് എ സെക്യൂരിറ്റി ആൻഡ് ലോൺ സാങ്ഷൻ ബൈ ദ കമേഴ്ഷ്യൽ ബാങ്ക്. ദാറ്റ് മീൻസ് മാർജിനൽ റിക്വയർമെൻറ്റ് ഈസ് ഈക്വൽ ടു, മാർജിനൽ റിക്വയർമെൻറ്റ് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക, മാർജിനൽ റിക്വയർമെൻറ്റ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഓഫ് എ സെക്യൂരിറ്റി മൈനസ് ലോൺ സാങ്ഷൻ ബൈ ദ കമേഴ്ഷ്യൽ ബാങ്ക്. ദറ്റ് ഈസ് മാർജിനൽ വാരിയിങ് മാർജിനൽ റിക്വയർമെൻറ്റ്. ദെൻ നെക്സ്റ്റ് അതിൽ സെക്കൻഡ് വൺ ആണ് റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റിൽ നമ്മൾ നോക്കേണ്ട പോയിൻ്റ്, ബാങ്കുകൾ ലോൺ സാങ്ഷൻ ചെയ്യുന്നതിൽ കൺസ്യൂമർ ക്രെഡിറ്റ് കൊടുക്കുന്നതിൽ ദെൻ അവിടെ ഡൗൺ പേയ്മെൻറ്റും അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റുകളെയും കൺട്രോൾ ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു പേയ്മെൻറ്റ് നോക്കുക. അപ്പോൾ അവിടെ റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്. ദെൻ അണ്ടർ ദി കൺസ്യൂമർ ക്രെഡിറ്റ് സിസ്റ്റം certain percentage of the price of consumer durables goods is paid the consumer and the balance is financed through the bank credit which repayable consumer installment. ഇത് രണ്ടും തമ്മിൽ, അതായത് അതിൻ്റെ തോത് നോക്കിക്കൊണ്ട് എത്രയാണ് അത് കൊടുക്കേണ്ടത് എന്നൊക്കെ നോക്കിക്കൊണ്ട് കൺസ്യൂമർ ക്രെഡിറ്റ് റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് കൂടെ കമേഴ്ഷ്യൽ ബാങ്ക് ഉപയോഗിക്കുന്നുണ്ട്, റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്. അപ്പോൾ ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താ? വാരിയിങ് മാർജിനൽ റിക്വയർമെൻറ്റ്. സെക്കൻഡ് വൺ പറയുന്നത് റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്. ദെൻ അതിൽ തേർഡ് പോയിൻ്റ് ക്രെഡിറ്റ് റേഷനിങ് മീൻസ് ലിമിറ്റിംഗ് ഫാക്ടർ. ഈ ലിമിറ്റിംഗ് ഫാക്ടറിൽ നമ്മളെന്താ പറയുക, ചില രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ബാങ്ക് ക്യാൻ ഫിക്സ് എ ലിമിറ്റ് ഫോർ ദ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ടു കമേഴ്ഷ്യൽ ബാങ്ക്. കമേഴ്ഷ്യൽ ബാങ്കുകൾ കൊടുക്കുന്ന ലെൻഡിങ് പ്രോസസ്സിനെ ചില ലിമിറ്റ് ഫാക്ടേഴ്സ് കൊണ്ട് കൺട്രോൾ ചെയ്യുകയാണ് അവിടെ ക്രെഡിറ്റ് റേഷനിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ആ വേർഡ് തന്നെ മീനിങ് ഉണ്ട്, റേഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ, അതിൽ കൂടുതൽ കിട്ടില്ല. കൂടുതൽ ഇൻട്രസ്റ്റോട് കൂടി ലോൺ തരാൻ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ എന്ത് കിട്ടില്ല, ആ ലോൺ സാങ്ഷൻ ചെയ്യില്ല. അവിടെ ഒരു ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്ര എമൗണ്ട് വരെ നമുക്ക് കൊടുക്കാനായിട്ട് പാടുള്ളൂ, ഈ പ്രൊഡക്റ്റീവ് സെക്ടറിലേക്ക് ഇത്രയേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു ലിമിറ്റിംഗ് ഫാക്ടർ RBI ഫിക്സ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മളവിടെ എന്ത് പറയുക, ക്രെഡിറ്റ് റേഷനിങ്. അപ്പോൾ ഒന്നുകൂടെ ഇഫക്റ്റീവായിട്ടുള്ളതും ഒന്നുകൂടെ ഇൻഫോർമലായിട്ടുള്ള ടെക്നിക്സാണ് ഏതൊക്കെ ഈ പറയുന്ന ഈ ടെക്നിക്സ്. അതായത് മാർജിനൽ റിക്വയർമെൻറ്റ് ഫിക്സ് ചെയ്യുക, കൺസ്യൂമർ ക്രെഡിറ്റ് റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ക്രെഡിറ്റ് റേഷനിങ് എന്ന് പറയുന്ന ടെക്നിക്സ്. ദെൻ ലാസ്റ്റ് ഫോർത്ത് പോയിന്റിൽ നമ്മൾ മോറൽ സുവേഷൻ പറയുന്നുണ്ട്. മോറൽ സുവേഷൻ എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് അവരെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതിനെയാണ് മോറൽ സുവേഷൻ എന്ന് പറയുന്നത്. ദെൻ ദസ് മോറൽ സുവേഷൻ ഈസ് എ സൈക്കോളജിക്കൽ മീൻസ് ഓഫ് കൺട്രോളിങ് ക്രെഡിറ്റ്. ഇറ്റ് ഈസ് പ്യുവർലി ഇൻഫോർമൽ. ദെൻ നെക്സ്റ്റ് പോയിൻ്റാണ്, ഫിഫ്ത്ത് പോയിൻ്റാണ് ഇഷ്യൂ ഓഫ് ഡയറക്റ്റീവ്സിൽ നമ്മൾ പറയുക മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇൻ ദിസ് മെത്തേഡ് ദ സെൻട്രൽ ബാങ്ക് ഇഷ്യൂ ഡയറക്റ്റീവ്സ് ഇൻ ദ ഫോം ഓഫ് ഓറൽ ഓർ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് അപ്പീൽസ് ഓർ വാൺസ്. അപ്പോൾ അവിടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് മൊത്തം ക്രെഡിറ്റ് വായ്പയെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മളത് പറയുക ഇഷ്യൂ ഓഫ് ഡയറക്റ്റീവ്സ് എന്ന് പറയാം. ലാസ്റ്റ് പോയിൻ്റ് ഡയറക്റ്റ് ആക്ഷനാണ്. ഈ ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുമ്പോൾ കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് മേലെ RBI എടുക്കുന്ന ചില ഡയറക്റ്റ് ആക്ഷൻ, ഇമ്പോസിങ് പെനാൽറ്റീസ്.
പെനാൽറ്റീസ് ഇമ്പോസ് ചെയ്തുകൊണ്ടിരിക്കാം. അതേപോലെ തന്നെ റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസിലൂടെ റിഫ്യൂസിങ് റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസ് ടു സെർട്ടൻ കമേഴ്ഷ്യൽ ബാങ്ക്സ്, ഇമ്പോസിങ് പെനാൽറ്റി, പിന്നെ അതുപോലെ തന്നെ നോട്ട് ഗ്രാൻഡിങ് ഫർദർ അക്കോമഡേഷൻ എക്സെട്ര, മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാതിരിക്കുക. അങ്ങനെ മാർഗ്ഗനിർദ്ദേശങ്ങളൊന്നും പാലിക്കാത്ത പക്ഷം ചില ഡയറക്റ്റ് ആക്ഷൻസൊക്കെ RBI കമേഴ്ഷ്യൽ ബാങ്കുകളുടെ മുകളിൽ ചുമത്തുന്നുണ്ടായിരിക്കാം. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഡയറക്റ്റ് ആക്ഷൻസ് എന്ന് പറയുക. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു essay ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 3 ക്ലാസ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. ഈ 3 ക്ലാസ്സിലും പറഞ്ഞിരിക്കുന്ന പോയിന്റുകളൊക്കെ നന്നായിട്ട് വായിച്ചിട്ട് അതൊരു essay ക്വസ്റ്റ്യന് വേണ്ടി തയ്യാറാക്കാം. അപ്പോൾ അത് നന്നായി പഠിക്കാനുള്ള പോയിൻ്റാണ്. പിന്നെ അതുപോലെ തന്നെ ബാങ്ക് റേറ്റ് പോളിസി ഒരു ഷോർട്ട് essay ആയിട്ട് ചോദിക്കാം, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഷോർട്ട് essay ആയിട്ട് ചോദിക്കാം, ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് മാത്രമായിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ പിന്നെ കൺട്രോൾ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന പോയിന്റ് മാത്രം എടുത്ത് ചോദിക്കാം. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. പിന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ നമ്മളവിടെ വാട്ട് ഈസ് മെൻ ബൈ ക്യാഷ് റിസർവ് റേഷ്യോ ചോദിക്കാം. വാട്ട് ഈസ് മെൻ ബൈ ക്യാഷ് റിസർവ് റേഷ്യോ, വാട്ട് ഈസ് മെൻ ബൈ മോറൽ സുവേഷൻ അങ്ങനെയും ചോദിക്കാം. വാട്ട് ഈസ് മെൻ ബൈ മോറൽ സുവേഷൻ, വാട്ട് ഈസ് മെൻ ബൈ ക്രെഡിറ്റ് റേഷനിങ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. What is meant by bank rate? What is meant by repo rate? What is meant by reverse repo? What is meant by open market operation? ഇങ്ങനെയുള്ള ചില ടേംസ് ഏതിൽ ചോദിക്കാറുണ്ട്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് മെന്റ് ബൈ മാർജിനൽ റിക്വയർമെൻറ്റ് ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ബാങ്കിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ എടുത്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത്രയും നന്നായിട്ട് വായിച്ച് നോക്കിയാൽ മാത്രമേ ഇത് essay ക്വസ്റ്റ്യനായിട്ടോ പാരഗ്രാഫ് ക്വസ്റ്റ്യനായിട്ടോ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ടോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായിട്ട് അത് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞിരിക്കുന്നതിൽ RBIയുടെ ഫങ്ഷൻസും അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സാധാരണ വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് RBI എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അതാണ് essay ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് 2ാമത്തെ പോയിൻ്റാണ് ഇത് കൺട്രോളിങ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ, ഗവൺമെൻറ് കൺട്രോളിങ് ക്രെഡിറ്റ് എന്ന് പറയും. അപ്പോൾ ക്രെഡിറ്റ് കൺട്രോൾ പറയുമ്പോൾ തന്നെ അവിടെ ഒരു ഫ്ലോ ചാർട്ട് വരച്ചിട്ട് ഈ പോയിൻറ്റ്സ് അവിടെ എക്സിബിറ്റ് ചെയ്യണം. അതിനുശേഷം അതിനെ തുടർന്ന് വരുമ്പോൾ ദെൻ ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കർ ടു ദ ഗവൺമെൻറ്, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, ദെൻ ഡിസിമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ, മൊണോപ്പൊളി, അങ്ങനെയുള്ള മറ്റുള്ള ഫങ്ഷൻസ് കൂടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. അപ്പോൾ നമ്മൾ കൺട്രോൾ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ അവിടെ എഴുതേണ്ട കാര്യമില്ല. കൺട്രോൾ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനെ മാത്രം ചോദിച്ചുകൊണ്ട് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിരിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഇത് തന്നെ വിശദമായിട്ട് എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് essay ക്വസ്റ്റ്യനോ ഷോർട്ട് essayയോ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നല്ല സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് വായിച്ച് നോക്കാം. എല്ലാ പോയിൻറ്റ്സും അതിൽ കവർ ചെയ്ത് പോയിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻട്രാക്ഷൻ പീരീഡിൽ ചോദിക്കാം. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിലെ എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്ങുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടാം. ഓക്കെ, താങ്ക് യു.